നമ്മൾ ഈ സീനിലാണ് വെച്ച് നിർത്തിയത്. അപ്പോൾ ഇതിൽ അവർ ഫ്രണ്ട്സ് പിറ്റേ ദിവസമായിട്ടുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അവർ മൂന്നുപേരും കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താ ഇപ്പോൾ ഒരു സൊല്യൂഷൻ, എന്താണ്, എങ്ങനെ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യും എന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് എന്താണ് ഒന്ന് ചെയ്യുന്നത് അറിയുന്നില്ല. ആ സമയത്താണ് അവർ ടി വിയിൽ ETV സീരിയലിൻ്റെ നായകൻ്റെ ഇൻ്റർവ്യൂ കാണുന്നത്. ആ നായകൻ്റെ ഇൻ്റർവ്യൂവിൽ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ അടിച്ചമർത്തുന്ന ടൈപ്പൊക്കെ ക്യാരക്ടർ ആവുന്നത്, ഈ സീരിയൽ അങ്ങനെയല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ കൊണ്ടുപോയി ചോദിക്കുന്നുണ്ട്. പക്ഷേ ആൾ പറയുകയാണ്, എനിക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് അങ്ങനെയാണ്, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൂ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, സീരിയൽ കൂടുതൽ നേരെയൊക്കെ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ആളുടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 3 നായികന്മാരെ ആളെ വിളിച്ച് പറയാണ് കേട്ടോ, ഇങ്ങനെ എന്തിനാണ് സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിങ്ങൾക്ക് ഈ സീരിയൽ നിർത്തിക്കൂടെ, അവളുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ, നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവായിക്കൂടെ എന്നൊക്കെ അവരുടെ മനസ്സിലുള്ളത് അവർ ആ നായകൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ആൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ആൾ പറയും, ഞാനിത് സീരിയലാണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ, ഇത് ഞങ്ങളുടെ കഥയാണ്, നിങ്ങൾ കയറി അഭിപ്രായം പറയണ്ട, അങ്ങനെയൊക്കെ അവർ തമ്മിലൊരു വാക്ക് തർക്കം നടക്കട്ടെ. അപ്പോൾ ഇവർ നായകൻ ആലോചിക്കുകയാണ്, ഇത് ശുഭമാവാൻ വേണ്ടി എന്താണ് ഈ ചെയ്യേണ്ടത്, എന്ത് ഐഡിയാസാണ് ഈ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പോഴാണ് അവർക്ക് കിട്ടിയത്, എങ്ങനെയെങ്കിലും നല്ലൊരു അതായത് ഈ പ്രേതങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്ലൈമാക്സ് കിട്ടിയാൽ മാത്രമേ ഈ സീരിയലിന് ഒരു അവസാനം ഉണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയാലുള്ളൂ, ദേഷ്യം ഒന്നുമില്ലാതെ എന്താ പറയുക, അവരുടെ പഴയ ഭാര്യമാരൊക്കെ തിരിച്ചിട്ടാൻ പറ്റും. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീരിയൽ നടക്കുന്നത് മൊത്തം നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ മാറ്റിക്കൊണ്ട് ഒരു പോസിറ്റീവ് എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ഈ സീരിയൽ കാണാനും പറ്റും. അപ്പോൾ അതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നായകൻ പറയുന്നത്, ഞാൻ എൻ്റെ കേബിൾ TV വഴി എനിക്ക് സീരിയലിൻ്റെ ചാനലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാനും ടെക്നിക്കലി അവർക്കത് ചെയ്യാൻ പറ്റും. സീരിയലിൻ്റെ സ്റ്റോറി നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ, അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി അവർ ആർട്ടിസ്റ്റുകളെ തപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പോസിബിളാവും ചോദിച്ചു മറ്റേ നായകൻ. അപ്പോൾ ഇയാളെന്തായാലും കേബിൾ TVൻ്റെ ടെക്നീഷ്യനാണല്ലോ, അപ്പോൾ ഇയാൾക്കത് ചെയ്യാൻ പറ്റുന്ന ഇയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അവർ നായകൻ പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മായ പറഞ്ഞത് ഓർമ്മയില്ലല്ലേ, ശുഭമാവാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ അവർ ആർട്ടിസ്റ്റുകളെയും ക്യാമറേനെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ക്യാമറമാനെയും അഭിനയിക്കുന്ന ആൾക്കാരെയും സീരിയലിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻ അറിയുന്ന ഒരാളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് ഇവർ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഈ എന്താ പറയുക, യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയലിനെ മാറ്റിക്കൊണ്ട് അവരുടെ ഒരു സ്റ്റോറി അതിൽ ആഡ് ചെയ്യാണ്. അതായത് നമ്മുടെ പ്രേതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് അവരിത് ചെയ്യുന്നത്. എന്നിട്ട് അവർ സീരിയൽ കാണുമ്പോൾ അവർക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് നിങ്ങളുടെ നായകൻ, ഇത് തന്നെയാണ് നിങ്ങളുടെ നായകൻ, ഇത് തന്നെയാണ് നിങ്ങളുടെ സീരിയൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീരിയലിൽ നല്ല കാര്യങ്ങളാണ് പിന്നെ നടക്കാൻ പോകുന്നത്. മറ്റേ സീരിയൽ ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ പോവായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ ഇവർ ചെയ്ത എപ്പിസോഡിൽ ഗ്യാസ് പൊട്ടാതെ രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടുന്ന സീരിയൽ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണെന്ന് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അപ്പുറത്ത് ഇവിടുത്തെ ആളൊന്ന് പറയുകയാണ്, അതേ മറ്റേ ആളുകളൊക്കെ വന്ന ആളെടുത്ത് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, എന്താ പറയുക, നിങ്ങൾ ആ സീരിയലിൻ്റെ പൊസിഷൻ ഇതന്നെ മാറ്റിക്കളഞ്ഞു, നല്ല കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേബിൾ TV ഉടനെ തന്നെ വെച്ചിട്ട് ഡിഷ് TV മാറ്റണം. കാരണം അവൻ്റെ കേബിൾ മാറ്റിയിട്ടാണ് അവൻ നാട്ടിലെല്ലാവരും ഡിഷ് TV വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഡിഷ് TV വെച്ച് കേബിൾ TV വെച്ചാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന അവിടെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് ഡിഷ് TV മാറ്റി കേബിളാക്കിയിട്ടുണ്ട്. പിന്നെ അവർ നെക്സ്റ്റ് ഡേ സീൻ കാണിക്കുന്നത്, അവർ എന്താണ് ഇനി അടുത്ത സീൻ ആലോചിക്കണം. അപ്പം മറ്റേ നായകൻ പറയുകയാണ്, ഇനി നമുക്ക് ഇവളെ ജോലിക്ക് വിടാതെ വീട്ടിൽ തന്നെ ഇരുത്താന്നുള്ളൊരു സീൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം സീൻ പറഞ്ഞു, അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു, നല്ല ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു, സജഷൻ പറഞ്ഞു. പക്ഷേ ആൾ കേട്ടില്ല. ആൾ പറഞ്ഞു, അത് ചെയ്താൽ മതി, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അത് എന്താ പറയുക, റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അവരെ ചെയ്ത്. പക്ഷെ അന്ന് രാത്രി അത് ചെയ്ത് ജോലിക്ക് പോകണ്ടെന്നുള്ള ഭാര്യയുടെ അടുത്ത് ഹസ്ബൻഡ് പറയുന്ന സീൻ വന്നപ്പോൾ അവർക്ക് ശരിക്കും ഭയങ്കര ദേഷ്യപ്പെട്ടു.
അപ്പോൾ ഹസ്ബൻഡ് പറയാണ് ശരിക്കും നമ്മുടെ അമ്മമാർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അല്ലേ ഇത്, വീട്ടിൽ എന്തിനാ ഭാര്യമാർ ജോലിക്ക് പോകണം, അവർ വീട്ടിലിരുന്നൂടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെയെന്ന്. അപ്പോൾ ആ ഭാര്യയ്ക്ക് നല്ല ദേഷ്യം വന്നു പ്രേതത്തിന്. പ്രേതം അലറി വിളിച്ച് ആകെ മൊത്തം അവിടെ ആകെ ക്ലാഷായി. അത്രയും പഠിച്ച പെൺകുട്ടീനെ വീട്ടിലിരുത്തി അവൻ്റെ അടിമയൊക്കെ എന്നുള്ള ഉദ്ദേശം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ടി വി ഒക്കെ തല്ലിയെടുത്ത് പൊട്ടിച്ച് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്രേതങ്ങൾക്ക് ആ സീൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുക, വളരെ ദേഷ്യമുള്ള ദിവസമാണ്. പക്ഷേ ആ ടൈം കഴിഞ്ഞപ്പോൾ അവരെല്ലാം മറന്നു. അവർക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി. അവർക്ക് ശരിക്കും ഇപ്പോൾ മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതിന് ഇനി വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിന് ഇനിയൊരു പരിഹാരം കാണാൻ പറ്റൂ. അങ്ങനെ പക്ഷേ നായകൻ അപ്പോഴും വളരെ ദേഷ്യത്തിലായിരുന്നു കേട്ടോ. കാരണം അവൻ പറഞ്ഞ സജഷൻ ആരും കേട്ടില്ല. ആ സീൻ ചെയ്യേണ്ടെന്ന് അവൻ അപ്പോഴേ പറഞ്ഞത്. പക്ഷേ മറ്റേ താല്പര്യപ്രകാരമാണ് അത് ചെയ്തത്. എന്തായിരുന്നാലും അവർ എന്താ പറയുക, കൂടുതൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഭാര്യമാർ പറയണമെങ്കിൽ ഞങ്ങളൊന്ന് എഴുതാമെന്ന്. അപ്പോൾ ഈ അവരുടെ അമ്മയില്ലേ, നടൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ ഇങ്ങനെയൊക്കെയായിരുന്നു അച്ഛമ്മയുടെ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, പഴയ സ്റ്റോറീസൊക്കെ. അപ്പോൾ അവർ 3 പേരും കൂടെ ഇരുന്ന് കഥ ആലോചിക്കുകയാണ്. ഇനി എന്താണ് അവർക്ക് പ്രേതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്താണ് സ്റ്റോറി നമ്മൾ കൊണ്ടുപോകാമെന്ന്. ലാസ്റ്റ് അവരങ്ങനെ ആലോചിച്ചിട്ട് അവർക്കൊരു സ്റ്റോറി കിട്ടി. അപ്പോൾ അവർ അടുത്ത സീനിൽ അവർ ഈ ഫിലിമിൽ അഭിനയിക്കുന്ന ആൾക്കാരും ക്യാമറമാനൊക്കെ ഇല്ല, അവരുടെ അടുത്ത് പോയിട്ട് പറയാണ് ഇനി ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമാക്സ് ആവും എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവരത് ടെലികാസ്റ്റ് ചെയ്യാൻ പോണ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. ലാസ്റ്റ് അന്ന് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലൈമാക്സ് ഷൂട്ടിന് ടി വിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ, എന്തായിരിക്കുന്നു. അപ്പോൾ പ്രേതം വരുന്നറിയാം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. അടുത്ത സീനിലിതേ അവർ ടി വി എല്ലാവരും കാണാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ക്ലൈമാക്സ്. അപ്പോഴതാ ടി വിയുടെ കേബിൾ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പ്രേതം 9 മണി ആവാറായി. പ്രേതത്തിന് ദേഷ്യം വരില്ലേ, ഈ ടി വി ഇങ്ങനെ എന്താ പറയുക, അവർ വിചാരിച്ച ക്ലൈമാക്സ് ഇട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അവർ വിചാരിച്ച സൊല്യൂഷൻ ഒരിക്കലും പ്രേതങ്ങൾക്ക് നല്ലൊരു ക്ലൈമാക്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പ്രേതം വരുന്ന പേടിച്ചിട്ട് അവർ കൈയൊക്കെ കെട്ടിയിട്ട് റൂമൊക്കെ അടച്ച് അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഒരിക്കലും പുറത്ത് വരരുത്, ഞാൻ എന്ത് ചെയ്താലും പുറത്ത് വരരുത്, ഞാൻ 1/2 മണിക്കൂർ കഴിയാതെ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷേ ആ സമയം വരെ അവരങ്ങനെ എങ്ങനെ പിടിച്ചതെന്നറിയില്ല. പ്രേതം അത്രയും ഒരു മൂർഖന്യാവസ്ഥയിലെത്തി. കാരണം കേബിൾ ടി വി ചാനൽ പോയിരിക്കുകയാണ്. ഇവർക്ക് സീരിയൽ കാണാൻ പറ്റുന്നില്ല. ഇവരാകെ കണ്ണൊക്കെ തള്ളി പ്രേതങ്ങളായിട്ട് ആകെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നായകനും 3 നായകന്മാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നേ അറിയുന്നില്ല. എന്താണ് ഇപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ? അവരാകെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ചാനൽ വരിക എന്നൊക്കെ ആലോചിച്ചിരിക്കണം. അപ്പം നടൻ എന്ത് ചെയ്യും? നടൻ്റെ ഓഫീസിൽ പോയി നോക്കുകയാണ് കേട്ടോ. നായികയുടെ ഈ കാണിച്ചു കൂട്ടലൊക്കെ കണ്ടിട്ട് നായകനാകെ സങ്കടമാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇവർ 3 പേരും കേബിൾ ഓഫീസിൽ പോയിരിക്കുമ്പോഴാണ് ഓഫീസ് ആകെ ഈ ഡിഷ് ടി വിൻ്റെ വന്നിട്ട്, കാരണം ഡിഷ് ടി വി എല്ലാം ആൾക്കാർ പിന്നെ മാറ്റിയ കാരണം ഡിഷ് ടി വിൻ്റെ വന്നിട്ട് കേബിളിൻ്റെ വയറൂരി, ട്രാൻസ്മിഷൻ മീറ്റർ ഊരി വെച്ചിട്ടുണ്ട്, കേബിളിൻ്റെ വയറും കാര്യങ്ങളെല്ലാവരും നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ പറയുക, നമുക്ക് സീരിയലിനി ഒരു കാരണവശാലും അവർക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവർക്കിനി എന്താ ചെയ്യേണ്ടതെന്നേ അറിയില്ല. ഇവരെന്ത് ചെയ്യും? ആ നാട്ടിലുള്ള എല്ലാ വീട്ടിലെയും ടി വി എല്ലാം കൂടെ എടുത്ത് ഓടി ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ സ്പേസിൽ ടി വി വയ്ക്കും. എന്നിട്ട് മറ്റേ പാട്ട് ബോക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഉറക്കെ സൗണ്ടൊക്കെ വയ്ക്കുമ്പോൾ എന്തായാലും ഈ പ്രേതങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ വരികയാണ്, എവിടെ നിന്നാണ് അവരുടെ സീരിയലിൻ്റെ പാട്ട് വയ്ക്കുന്നത്. ഇവർ ഒരുപാട് ടി വി ഒക്കെ കൊടുത്തിട്ട് അവിടെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് സീരിയൽ അവിടെ എന്താ പറയുക വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഈ പ്രേതങ്ങളെല്ലാം ഇത്രയും പേരുടെ ആ നാട്ടിലെ എല്ലാ പ്രേതങ്ങളും കൂടെ വരികയാണ്. വയസ്സായിട്ട് ഈ സീരിയൽ കാണാതെ മരിച്ചു പോയ ആത്മാക്കളാണ് കേട്ടോ ഇവരുടെ മേത്തുള്ളത്. അവരെല്ലാവരും ഈ സീരിയൽ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ആ നടന് ഇഞ്ചുറി വന്നപ്പോൾ നായികയാണ് ബ്ലഡ് കൊടുത്തതെന്നും അവളാണ് ജീവൻ രക്ഷിച്ച്. അങ്ങനെ നായികയോട് ഇഷ്ടം തോന്നി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് എല്ലാവരും സന്തോഷമായി. പ്രേതങ്ങൾക്ക് അവർ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. ഭാര്യയോട് റെസ്പെക്റ്റ് ചെയ്യണം, ഭാര്യ പറയുന്നത് 2 പേരും പാർട്ട്നേഴ്സ് ആകുമ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം.
അങ്ങനെയുള്ള ഇവർ മനസ്സിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ ആ സീരിയലിലൂടെ കാണിക്കും. അത് കാണുമ്പോൾ പ്രേതങ്ങൾക്ക് അവർക്ക് കിട്ടാതെ പോയ, മരിച്ചു പോകുന്നതിന് മുന്നേ കിട്ടാതെ പോയ ആത്മസംതൃപ്തി എന്ന് പറയുമല്ലോ, പ്രേതങ്ങളുടെ മനസ്സ് നിറഞ്ഞ അവർക്ക് സന്തോഷമായി അവരെന്ത് ചെയ്യുക, ഈ സീരിയലിലൂടെ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ഈ നായകനൊക്കെ സന്തോഷമായി. അങ്ങനെ ഈ പ്രേതങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ഈ സീരിയൽ കഴിയുന്നതോടെ. അവർക്ക് കിട്ടേണ്ട സീരിയലിൻ്റെ ക്ലൈമാക്സ് അവസാനിച്ചു. ഹാപ്പി ആയിട്ട് നായികനും നായികയും കൂടെ പിരിഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ ശരിക്കും അവരുടെ മനസ്സ് നല്ല ഹാപ്പി ആയിട്ട് ഈ സീരിയൽ അവസാനിക്കുകയാണ്. 3 നായകന്മാർക്കും ആ നാട്ടിലുള്ള ആളുകൾക്കും എല്ലാം സന്തോഷമായി. അവരുടെ പ്രശ്നം ഇതോടെ സോൾവ് ആവാൻ പോവാണ്. ഇനി എന്താ പറയുക, ഈ പ്രേതങ്ങളെ കൊണ്ടും ഈ സീരിയൽ കാരണം അവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതിനുള്ള സൊല്യൂഷനാണ് ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നായികയ്ക്ക് ഒന്നിച്ച് പ്രേതങ്ങളെല്ലാം സന്തോഷമായിട്ട് പിരിഞ്ഞു പോയി. അടുത്ത സീനിൽ എല്ലാവരുടെയും ഹാപ്പി ഫേസും പിന്നെ ശുഭം എന്ന് എഴുതി കാട്ടും ചെയ്തിട്ട് സിനിമ കഴിയാണ് കേട്ടോ. ഇത്രയുള്ള ഈ പടം നല്ല മൂവിയാണ്. ലാസ്റ്റ് ഇവരിങ്ങനെ റിയലൈസ് ചെയ്യാൻ കേട്ടോ, ഇവിടെയൊക്കെ കടന്നിട്ട് ഈ ഒരാളുടെ ഭാര്യയെ ജോലിക്ക് വിടാൻ പോകുന്നുണ്ട്. ഒരാൾ ഭാര്യയ്ക്ക് അത്രയും കെയറും സ്നേഹമൊക്കെ കൊടുക്കാനും റെസ്പെക്റ്റ് കൊടുക്കാനും തുടങ്ങി. അപ്പോൾ ഈ സീരിയൽ കൊണ്ട് ഇവർക്ക് ശരിക്കും നല്ല ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റേ നമ്മുടെ ഈ നടനാണെങ്കിൽ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട്, എന്താ പറയുക, ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ അവൾ പുതിയ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നായകൻ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ആയിട്ട് സിനിമ ഇങ്ങനെ നല്ല മൂഡിൽ കഴിഞ്ഞു പോകാൻ കേട്ടോ. നല്ല ക്ലൈമാക്സ് ആണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരോ വാതിൽ വന്ന് മുട്ടുന്നത്. അത് ആരാന്നറിയാം, നമ്മുടെ നായകൻ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ആരാന്നറിയാൻ ഡിഷ് ടി വിയുടെ ആളാണ് മറ്റേ ട്രാൻസ്മിഷൻ മീറ്ററും കേബിളെല്ലാം നശിപ്പിച്ചത്. ആളത് ചെയ്തിട്ട് ആളെന്ത് ചെയ്തു, ആളുടെ അമ്മമ്മയുടെ മേത്തിക്കാണ് അത് എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ആൾ മരിച്ചുപോയി. ആ സീരിയൽ കാണാൻ പറ്റാതെയാണ് ആൾ മരിച്ചിട്ടുള്ളത്. ആ സീരിയൽ കാണാതെ ആൾ മരിച്ചിട്ട് ഇപ്പോൾ ആളുടെ ഭാര്യയുടെ മേത്താണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത്. ഭാര്യയുടെ മേത്ത് വന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയാനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഡിഷ് ടി വിയുടെ ആൾ വന്നിരിക്കുന്നത്. കാരണം അന്ന് ട്രാൻസ്മിഷൻ മീറ്റർ ഇട്ടത് അമ്മമ്മയുടെ മേത്താണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ശരിക്കും അയാൾ ചെയ്ത തെറ്റിന് അയാൾക്ക് തന്നെ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അയാളുടെ വൈഫിൻ്റെ മേത്ത് അച്ഛമ്മയുടെ പ്രേതം സീരിയൽ കാണാൻ, ക്ലൈമാക്സ് കാണാൻ പറ്റാതെ ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കണം പറയാനാണ് കേട്ടോ ആൾ വന്നത്. അപ്പോൾ അതോടെ നമ്മുടെ ഈ സിനിമയുടെ ലാസ്റ്റ് കഴിയാണ് കേട്ടോ. ആ ദേഹത്തേക്ക് അത് വീഴുന്നതോടെ കൂടെ ഈ സിനിമ അവസാനിക്കുകയാണ്. നല്ലൊരു ഫിലിമായിരുന്നു.